अथ श्री महाभारत कथा। अथ श्री महाभारत कथा। महाभारत कथा। महाभारत कथा। कथा है पुरुषार्थ की, स्वार्थ के परमार्थ की, सार्थ की जिसकी बने श्री कृष्ण भारत पार्थ की। शब्द दिग्घोषित हुआ जब सत्य साधक सर्वथा। शब्द दिग्घोषित हुआ यदा यदा हि धर्मस्य ग्लानिर्भवति भारत, अभ्युत्थानम् अधर्मस्य तदात्मानं सृजाम्यहम् परित्राणाय साधूनां विनाशाय च दुष्कृतां धर्म संस्थापनार्थाय संभवामि युगे युगे। ओम व्यासाय विष्णुरूपाय व्यासरूपाय विष्णवे नमो वै ब्रह्मनिधये വാസിഷ്ഠായ നമോ നമഃ. എല്ലാ സജ്ജനങ്ങൾക്കും വിനീതമായ നമസ്കാരം. എഴുത്തച്ഛൻ്റെ മഹാഭാരതം കിളിപ്പാട്ടാണ് നമ്മൾ കേട്ടുകൊണ്ട് ഇരിക്കുന്നത്. അതിൽ തന്നെ സംഭവ പർവത്തില് സോമരാജ വംശോൽപത്തിയെ പറ്റിയിട്ടുള്ള കഥകൾ, ആ ചരിതങ്ങൾ ചെറിയ രീതിയിൽ വർണ്ണിക്കുന്നതാണ് ആദ്യം നമ്മൾ കേൾക്കുക. വംശ പരമ്പരകളെ പറ്റിയിട്ട് വൈശമ്പായന ജനമേജയ സംവാദത്തിലൂടെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് ആ പൂരുവിൻ്റെ വംശം അവസാനിക്കുന്നത് എന്ന് വരെയുള്ള കാര്യങ്ങൾ നേരത്തെ നമ്മൾ കേട്ടു. ഇനി പൂർവന്മാരുടെ കഥ പറഞ്ഞാൽ ഒടുങ്ങുമോ? അത് പറയണമെങ്കിൽ, വർണ്ണിക്കണമെങ്കിൽ പാണ്ഡിത്യമൊന്നും എനിക്കില്ല, എങ്കിലും കേട്ടുകൊള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് പാണ്ഡവന്മാരുടെ ആ ജീവചരിത്രത്തെ വളരെ സംക്ഷിപ്തമായിട്ട് ആദ്യം ഒന്ന് നമ്മൾ വർണ്ണിച്ച് കേൾക്കുന്നത്. അവിടെ പാണ്ഡു മരിച്ച് ഹസ്തിനപുരത്തിങ്കിലേക്ക് പാണ്ഡവര് എത്തിച്ചേർന്ന കാര്യങ്ങൾ, ആ സമയത്ത് പാണ്ഡവന്മാരുടെ വയസ്സ് അവിടെ സൂചിപ്പിക്കുന്നുണ്ട്. 16 വയസ്സാണ് ധർമ്മപുത്രർക്ക്, 15 ഭീമസേനന്, 14 അർജുനന്, 13 നകുല സഹദേവന്മാർക്ക്. ആ പ്രായമാണ് ഹസ്തിനപുരത്തിലേക്ക് അവർ എത്തിച്ചേരുമ്പോൾ പാണ്ഡുവിന്റെ മരണത്തിന് ശേഷം അവർക്ക് ഉണ്ടായിരുന്ന ആ വയസ്സ് എന്നുള്ളത്. പിന്നീട് കുറെ നാൾ ഹസ്തിനപുരത്തിൽ താമസിച്ച് വിദ്യാഭ്യാസ കാര്യങ്ങളൊക്കെ അവിടെ നിർവഹിച്ചു. 13 വർഷക്കാലത്തോളമാണ് വിദ്യാഭ്യാസ കാര്യങ്ങളൊക്കെ ആയിട്ട് ഹസ്തിനപുരത്തില് ധൃതരാഷ്ട്രർക്കും കൗരവർക്കും ഒക്കെ ഒപ്പം പാണ്ഡവന്മാർ അധിവസിച്ചത്. പിന്നീടാണ് അരക്കില്ലത്തിന്റെ കഥയിലേക്ക് എത്തിച്ചേരുന്നത്. അരക്കില്ലമൊക്കെ തീയിട്ട് അവിടെ നിന്ന് പുറപ്പെട്ട് 6 മാസക്കാലം കാട്ടില് താമസമൊക്കെ ആക്കി പാണ്ഡവര്. ആ സമയത്താണ് ഹിഡിംബിയില് ഭീമസേനന് കടോൽക്കജൻ എന്ന പേരായിരിക്കുന്ന ഒരു പുത്രൻ ജനിക്കുന്നത്. പിന്നീട് ഏകചക്ര എന്ന് പറയുന്ന ഗ്രാമത്തിലേക്ക് അവര് എത്തിച്ചേരുന്നു. ആ സമയത്താണ് പാഞ്ചാലിയെ അവര് പാണ്ഡവന്മാര് 5 പേരും വിവാഹമൊക്കെ കഴിക്കുന്നത്. അവിടെ ആ സ്വയംവരത്തിൽ അർജുനനാണ് പാഞ്ചാലിയെ സ്വന്തമാക്കിയത് എങ്കിലും കുന്തിയുടെ വാക്കിനെ മാനിച്ചുകൊണ്ട് 5 പേരും കൂടിയിട്ട് വിവാഹം കഴിച്ചു. അങ്ങനെ പഞ്ചപാണ്ഡവരുടെ പത്നിയായിട്ട് പാഞ്ചാലി മാറുന്നത്. പിന്നീട് പാഞ്ചാലപുരത്തിൽ ഒരു കൊല്ലക്കാലം അവർ വസിച്ചു. പിന്നീടാണ് വീണ്ടും ഹസ്തിനപുരത്തിലേക്ക് എത്തിച്ചേരുന്നത്. പിന്നീട്
ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് താമസമൊക്കെ ഒന്ന് മാറുന്നു. ആ സമയത്താണ് ചൂതുകളി, ശകുനിയുടെ ആ കുരുട്ടുബുദ്ധിയിൽ ഉരുത്തിരിഞ്ഞ ചൂതുകളി വാതുവയ്പിൽ തോറ്റ് 12 വർഷക്കാലം താപസന്മാരായിട്ട് വീണ്ടും കാട്ടിലേക്ക് പാണ്ഡവന്മാർ യാത്രയാകുന്നു. പിന്നീടുള്ള 1 വർഷക്കാലം അവർ അജ്ഞാതവാസം വിരാട രാജധാനിയിൽ നിർവഹിക്കേണ്ടതായിട്ട് വരുന്നു. പിന്നീട് കൗരവ പാണ്ഡവ യുദ്ധം, മഹാഭാരത യുദ്ധം പൊട്ടിപ്പുറപ്പെടുന്നു. അതിൽ വിജയിച്ചുകൊണ്ട് പാണ്ഡവന്മാർ 36ഓളം വർഷം ഭൂമിയെ വളരെ നന്നായിട്ട് ധർമ്മപുത്രരുടെ നേതൃത്വത്തിൽ അവർ പരിപാലിച്ചു. പിന്നീടാണ് ഭഗവാന്റെ ആ സ്വധാമഗമനത്തെ മനസ്സിലാക്കിക്കൊണ്ട് പരീക്ഷത്തിനെ രാജ്യഭാരമൊക്കെ ഏൽപ്പിച്ചുകൊണ്ട് അവര് ദേവലോകം പ്രാപിച്ചത്. ശ്രീകൃഷ്ണാവതാര ലീലകളും കൃഷ്ണ ഭക്തരായ പാണ്ഡവന്മാരുടെ കഥകളും വിഷ്ണുവിന്റെ തന്നെ അവതാരമായിരിക്കുന്ന വ്യാസൻ ചൊല്ലിയ കഥയാണ് ഭാരതം. 100,000-ഓളം പദ്യവും 18 പർവ്വത്തിലായിക്കൊണ്ടതിനെ വർണ്ണിച്ചിരിക്കുന്നു. ഇങ്ങനെ ഭാരത സംക്ഷേപത്തെ പറ്റിയിട്ട് അവിടെ സൂചിപ്പിച്ചു. നല്ലത് ചെയ്തു കഴിഞ്ഞാൽ നല്ലത് വരും, ആകാത്തത് ചെയ്യുന്നവർക്ക് നല്ലതായിരിക്കില്ല സംഭവിക്കുന്നത് എന്നും അവിടെ സൂചിപ്പിച്ചു. ഒപ്പം പറയുകയാണ്, ഭഗവാനെ ശ്രീകൃഷ്ണ പരമാത്മാവിനെ സേവിച്ചാലുള്ള ഫലം എന്താണ് എന്നുകൂടി മഹാഭാരതം നമുക്ക് ബോധ്യപ്പെടുത്തി തരും. അപ്പൊ ഇങ്ങനെ ഈ മഹാഭാരതം എന്ന് പറയുന്ന ഈ ഗദ്യത്തിന്റെ അല്ലെങ്കിൽ ഈ കൃതിയുടെ ഇതിഹാസത്തിന്റെ സംക്ഷേപത്തെ ഒന്ന് ചുരുക്കി പറയുകയുണ്ടായി, സംക്ഷേപം ഇവിടെ വർണ്ണിക്കുകയുണ്ടായി. അപ്പോൾ ആ സമയത്താണ് ജനമേജയന്റെ ആവശ്യം, എനിക്ക് ഇങ്ങനെ കേട്ടാൽ പോരാ, വളരെ വിസ്തരിച്ച് തന്നെ എനിക്കിത് അങ്ങ് പറഞ്ഞ് തരണം. ഓരോ കഥകളും ഇപ്പോൾ ഈ പറഞ്ഞ സംക്ഷേപിച്ച കഥകളൊന്നും പോരാ, വളരെ വിസ്തരിച്ച് തന്നെ എനിക്ക് ഇതെല്ലാം അങ്ങ് പറഞ്ഞ് തരണം. ഇത് തന്നെ ശൗനകാദികളും നൈമിഷാരണ്യ പുണ്യഭൂമിയിൽ സൂതപൗരാണികനോട് ചോദിക്കുന്നു. തീർച്ചയായും പുരാണങ്ങൾ അറിഞ്ഞിരിക്കണം, വിശിഷ്യ ഭാരതം എന്നുകൂടി പറഞ്ഞുകൊണ്ടാണ് സൂതൻ ആ കഥകള് ഓരോന്നോരോന്നായിട്ട് വർണ്ണിച്ചു പറയാനായിട്ട് ആരംഭിക്കുന്നത്. നമ്മൾ കേൾക്കുന്നത് കിളിപ്പാട്ടാണ്. അപ്പോൾ അതിൽ ആ കിളി പറയുകയാണ്, ശാരിക പറയുകയാണ്, ഭാരതം രചിച്ച ആ കൃഷ്ണദ്വൈപായനന്റെ കഥ ആദ്യം ഞാൻ പറയാം. അപ്പൊ അങ്ങനെ സോമരാജ വംശോൽപത്തിയിലെ അവസാന ഭാഗമാണ് നമ്മൾ കേട്ടത്. ഇനി അടുത്ത ദിവസം നമ്മൾ കേൾക്കുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ വ്യാസന്റെ ഉൽപ്പത്തിയെ പറ്റിയിട്ടുള്ള കാര്യങ്ങളാണ്. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സർവം ശ്രീകൃഷ്ണപാദാരവിന്ദാർപ്പണമസ്തു.